ഹായ്, ഞാൻ ഡോക്ടർ ഗോപിക, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് ഞാൻ. ഇന്ന് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിനെ കുറിച്ചും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ 7 ദിവസം വരെ എല്ലാ വർഷവും നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് അവയർനെസ് വീക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് അഥവാ മുലയൂട്ടലാണ് കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഒരു നവജാത ശിശുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മൂല്യം. ബ്രസ്റ്റ് ഫീഡിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഏറ്റവും നന്നായി കുഞ്ഞിൻ്റെ ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ബ്രസ്റ്റ് ഫീഡിംഗ്. ബ്രസ്റ്റ് ഫീഡിംഗ് സേഫാണ്, ക്ലീൻ ആണ്, അതുപോലെ എളുപ്പത്തിൽ കൊടുക്കാവുന്നതുമാണ്. ഈ വർഷത്തെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിങ് ഓർ ക്ലോസിംഗ് ദ ഗ്യാപ്പ്, ഹെൽപ്പിംഗ് ഓൾ ദ മദേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടു ബ്രസ്റ്റ് ഫീഡ്. ബ്രസ്റ്റ് ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അമ്മമാർക്കും പലപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ കഴിയാറില്ല. അത് ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസിലെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ ആകാം. ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങണമെങ്കിൽ ഒരു അമ്മയ്ക്ക് അമ്മ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ആ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം, പാർട്ട്ണറിൽ നിന്ന് വേണം, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേണം, അതിന് ബിയോണ്ടായിട്ട് സൊസൈറ്റിയിൽ നിന്ന് കൂടി വേണം. നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഒരു ആൻറ്റിനേറ്റൽ പീരിയഡ് തൊട്ട് തന്നെ ഒരു അവയർനെസ് നമ്മുടെ ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ ഒബ്സ്റ്റട്രീഷ്യൻസിൻ്റെ അടുത്ത് ഒരു ഗർഭിണി എത്തിയാലുടനെ അവർ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട നിപ്പിൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ ജനറൽ ബോഡി എക്സാമിനേഷൻ നടത്താറുണ്ട്. നിപ്പിളുടെ കൺസിസ്റ്റൻസിയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ആൻറ്റിനേറ്റൽ പീരീഡിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി നിപ്പിൾ ഉതകുന്നതാണോ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ നിപ്പിൾ റിട്രാക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ കുട്ടിക്ക് ലാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരികയും അതുവഴി ബ്രസ്റ്റ് ഫീഡിംഗ് താമസിക്കുകയും ചെയ്യും. അപ്പോൾ ആൻറ്റിനേറ്റൽ പീരീഡിൽ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടുള്ള ഒരു അമ്മ എപ്പോഴും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും മുലയൂട്ടാൻ വേണ്ടി കൂടുതലായിട്ട് മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രസവിച്ച ഉടനെ തന്നെ വീണ്ടും നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലയൂട്ടാനായിട്ട് പ്രത്യേകമായി സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ, അഥവാ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ തന്നെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ടേബിൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഏറ്റവും പെട്ടെന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടുന്നു, ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ അമ്മയ്ക്ക് ബ്ലീഡിംഗ് മുതലായ പ്രശ്നങ്ങൾ, യൂട്രൈൻ കോൺട്രാക്ഷൻ, ഇതിനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നു. ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രൈ ചെയ്യുന്നത്. അഥവാ ഇനി എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ NICU സ്റ്റേ ബേബിക്ക് ആവശ്യമുണ്ടെങ്കിൽ ബേബിയെ NICUലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, ഇതിനായി നമുക്ക് നമ്മുടെ ഡയറ്റീഷ്യൻ അവൈലബിൾ ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. അതുപോലെ പീഡിയാട്രീഷ്യൻസ് ഓരോ കൗൺസിലിങ്ങിനും ബ്രസ്റ്റ് ഫീഡിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രോബ്ലംസിനെ നേരിടേണ്ടത്, അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാം എന്നു മുതലായ കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നു. സിസ്റ്റേഴ്സും നഴ്സിംഗ് സ്റ്റാഫും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരമ്മയ്ക്ക് എത്ര കാലം വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം? ഇതാണ് ഞാൻ OPയിൽ കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് എത്ര കാലം പറ്റുമോ അത്രയും കാലം വരെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം. 6 മാസം തികച്ചും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. 6 മാസത്തിന് ശേഷം കുട്ടിക്ക് ഏകദേശം 1/3 ഓഫ് ദ കാലറി റിക്വയർമെൻറ്റ് മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിലേക്ക് പോവുകയാണ്. 2 വയസ്സിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിന് വലിയ റോളില്ല. ഒരു ഇമോഷണൽ സപ്പോർട്ട് മാത്രമാണ് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കിട്ടുന്നത്. അപ്പോൾ 6 മാസം വരെ എന്തായാലും നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കണം. ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് വിമൻ. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി എങ്ങനെ സപ്പോർട്ട് തരുന്നു, അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 2024 ബ്രസ്റ്റ് ഫീഡിംഗ് അവയർനെസ് വീക്കിൽ അതും നമ്മൾ ഡീൽ ചെയ്യുന്നു. പലപ്പോഴും 3 മാസം 4 മാസം മാത്രം മെറ്റേണിറ്റി ലീവ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അത് മാറ്റി 6 months എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് വേണ്ടി മെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പെയ്ഡ് ലീവ് അഥവാ ഏൺ ലീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി അമ്മയ്ക്ക് നൽകണമെന്ന് പുതിയ നമ്മളുടെ ഈ ഒരു ഒബ്ജക്റ്റീവിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന അമ്മമാർക്ക് ഡ്യൂറിങ് ദ വർക്ക് പീരിയഡ്
ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കാനുള്ള സൗകര്യവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വിമന് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു സംശയമാണ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് പാല് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വർക്കിന് പോകാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് പോലെ തന്നെ സ്റ്റോർഡ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ നമുക്ക് കുട്ടിക്ക് പറ്റും. റൂം ടെമ്പറേച്ചർ ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസിന് അടുപ്പിച്ചാണെങ്കിൽ 4 മണിക്കൂറോളം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം? ക്ലീൻ, ഡ്രൈ ആൻഡ് കൂൾ ടെമ്പറേച്ചറിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യേണ്ടതാണ്. അഥവാ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ ഏകദേശം 4 ദിവസത്തോളം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ട്രാവൽ ആണെന്നിരിക്കട്ടെ, അതും ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു തടസ്സമല്ല. ബ്രസ്റ്റ് ഫീഡിങ് അവിടെയാണ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സൊസൈറ്റി കഴിവതും ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് സ്റ്റെയറിങ് കൊടുക്കാതിരിക്കുക. അതുപോലെ പബ്ലിക് പ്ലേസസിൽ അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അത് അൺകംഫർട്ടബിൾ ആക്കാതിരിക്കുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടി ഓരോ സ്ഥാപനങ്ങൾ അഥവാ അല്ലെങ്കിൽ ഹോട്ടൽസ്, ഏതെങ്കിലും പബ്ലിക് പ്ലേസസിൽ സെപ്പറേറ്റ് റൂംസ് ഒരുക്കുക എന്നൊക്കെ സൊസൈറ്റിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂൾ ബോക്സസിൽ 24 hours നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ക്ലീൻ ആണ്. ഡയറക്റ്റ് മദറിൽ നിന്ന് ബേബിയിലേക്ക് വരുന്നു. മദറിൻ്റെ ആൻറ്റിബോഡീസ് ബ്രസ്റ്റ് മിൽക്കിലൂടെ കുട്ടിക്ക് കിട്ടുന്നു. ഏകദേശം 6 മാസം വരെ കുട്ടിയുടെ ആൻറ്റിബോഡീസ് എല്ലാം ഈ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ് കിട്ടുന്നത്. അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അതുപോലെ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് കൂടാതെ അവരുടെ ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ബൂസ്റ്റിംഗ് കൊടുക്കുന്നത് ബ്രസ്റ്റ് മിൽക്കിലുള്ള കണ്ടൻസ് ആണ്. ഗട്ട് ഹെൽത്ത്, അതായത് വയറിൻ്റെ ദഹനശേഷി, ദഹന പ്രക്രിയ, അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള കുട്ടിയുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ബ്രസ്റ്റ് ഫീഡിലെ കണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ഫീഡിനകത്തിലെ ആൻറ്റിബോഡീസ് കുട്ടിക്ക് 6 മാസം വരെ കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് എടുത്ത കുട്ടികൾക്ക് കാലങ്ങൾക്ക് ശേഷം അഥവാ അഡൾട്ട് ലൈഫിലുള്ള ഒബീസിറ്റി, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ എല്ലാം ഇൻസിഡൻസ് കുറവാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്ക് ആണ് ബെസ്റ്റ് മിൽക്ക്. അതിനുശേഷം മാത്രമേ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള പൗഡർ മിൽക്കുകൾ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ഒരു ഡൗട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. എല്ലാ അമ്മമാരും കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ സൈഡിലേക്കുള്ള ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷനിൽ കംഫർട്ടബിൾ ആവണമെന്നില്ല. ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കൂടെയുള്ള പേരൻസ്, അതായത് അമ്മ അല്ലെങ്കിൽ മദറിൻലോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, കോ സിസ്റ്റേഴ്സ് ആരെങ്കിലുമൊക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടി വരും. അപ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, സ്ലാൻഡിങ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നു, ഹെഡ് അപ്പ് ആയിട്ട് വെക്കുന്നു, കുഞ്ഞിലേക്ക് നോക്കുന്നു, ഒരു ഫിസിക്കൽ സൈക്കോളജിക്കൽ ബോണ്ട് കുഞ്ഞിന് കൊടുക്കുന്നു, കുഞ്ഞിലേക്ക് നോക്കുന്നു, പാല് കൊടുക്കുന്നു. അതർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസ്ബോൾ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. കുഞ്ഞിനെ സൈഡിലേക്ക് എടുത്ത് കുഞ്ഞിനെ നേരെ വെച്ച് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നത്. ഇൻവേർട്ടഡ് പൊസിഷനിൽ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാറുണ്ട്. അത് കുഞ്ഞിന് ഗ്യാസൊക്കെ ഉള്ള സമയത്തും ഒത്തിരി ബുദ്ധിമുട്ട് കുഞ്ഞിന് നേരെ പിടിക്കാൻ വരുമ്പോഴും ഒക്കെ നമ്മൾ ഇൻവേർട്ടഡ് പൊസിഷനിൽ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാറുണ്ട്. ഇതല്ലാതെ ട്വിൻസ് വരുമ്പോൾ നമ്മൾ വേറെ മെത്തേഡിലാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പീഡിയാട്രീഷ്യൻസിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇഫ് ഗിവൺ എ ചാൻസ്, ഓൾവേസ് ചൂസ് ബ്രസ്റ്റ് ഫീഡിങ് ഓവർ പൗഡർ മിൽക്ക്.